Hi, welcome back to my YouTube channel. So ഇതൊരു Q&A വീഡിയോ ആണ്. I was recently putting a lot of videos on YouTube. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ബ്രേക്ക് വേണ്ട, ഇട്ടുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കാം. വീക്ക്ലി വൺസ് പോലെ ഞാൻ ഇടുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ തൽക്കാലം ലൈഫിൽ വേറെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു Q&A ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഒരു Q&A ചെയ്തിട്ട് ഇഷാനി കൃഷ്ണ കഴിഞ്ഞ ദിവസം ഒരു Q&A വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഇഷാനി പറയുന്നത് അവരുടെ പേഴ്സണാലിറ്റിയിലെ ചോയ്സ്, ഇനി എങ്ങനെയാണ് വേണ്ടുന്നത്, അവരുടെ ചോയ്സ്, അവരുടെ ലൈഫിൽ ഇനി എന്താണ് വേണ്ടുന്നത്, അതിനെക്കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ കണക്കായിട്ടുള്ള ആൻസറും ആയിരുന്നു. അപ്പോൾ അത് ഈ വീടിൻ്റെ താഴെ ഒരുപാട് വിമർശിച്ചുകൊണ്ട് ഒരുപാട് കമൻറ്റ്സ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസറും ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. വിൽ ഇറ്റ് ബി നെക്സ്റ്റ്? ഇത് പലരും ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. വൈ ഇസ് ദിസ് ഈവൻ എ ക്വസ്റ്റ്യൻ? എൻ്റെ ആണോ അമ്മൂൻ്റെ ആണോ? അത് ഞാനും അമ്മൂ തമ്മിൽ 5 വയസ്സ് വ്യത്യാസമുണ്ട്. വാട്ട് എ സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ. ഐ മീൻ അതിന് അമ്മു കല്യാണം കഴിക്കത്തേ ഇല്ല എന്നുള്ളൊരു ഇത് കാരണം ഡൗട്ട് കാരണം ചോദിച്ചതാണെന്ന് പറഞ്ഞു. അമ്മൂൻ്റെ അതേ മൈൻഡ് സെറ്റാണ് എനിക്കും. അമ്മൂന് ഇപ്പോൾ 29 വരെ ഞാനും ചിന്തിക്കുന്ന പോലുമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് 29 ആകുമ്പോൾ അമ്മൂന് 34 ആവും. അതുകൊണ്ട് അമ്മൂന് കല്യാണം കഴിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അമ്മു അതിന് മുന്നേ കല്യാണം കഴിക്കും. സോ ഒബ്വിയസ്ലി ഇഫ് എനി ഓഫ് us ആർ ഗെറ്റിംഗ് മാരിഡ് ഇറ്റ്സ് ഒബ്വിയസ്ലി ഗോയിങ് ടു ബി അമ്മു. ഞാൻ എവിടെ കിടക്കുന്നത്? എനിക്കിപ്പോൾ 24 വയസ്സായിട്ടേ ഉള്ളൂ. അടുത്തൊരു 4-5 വയസ്സ് നിങ്ങൾ ആലോചിക്കേ വേണ്ട. അല്ലെങ്കിൽ എൻ്റെ മനസ്സ് വല്ലതും പെട്ടെന്ന് മാറണം. ബട്ട് മാറത്തില്ല. എപ്പോൾ വേണോ കല്യാണം കഴിക്കില്ല. വാട്ട്സ് ദ ധൃതി? എനിക്കൊരു കൊച്ചുകുട്ടിയുടെ എൻ്റെ അച്ഛൻ്റെ അമ്മേനെ കുഞ്ഞു മോളായിട്ടിരിക്കാനാണ് എനിക്കിഷ്ടം. അത്യാവശ്യം എനിക്കിപ്പോൾ നല്ല ഫ്രീഡം ഉണ്ട്. ചിലർ ഫ്രീഡത്തിന് വേണ്ടി കല്യാണം കഴിക്കും. എനിക്കിവിടെ അല്ലാതെ തന്നെ ഫ്രീഡം ഉണ്ട്. അതിൻ്റെ ആവശ്യമില്ല. സോ 19th question. ഡു യു ബൈ അല്ലേ? അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് എന്ത് തെറ്റാണ് കാണുന്നത്? വിമർശിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ എന്ത് തെറ്റാണ് കാണുന്നത്? ഇഷാനിയുടെ പേഴ്സണലായിട്ട്, അതായത് അവർക്ക് ലൈഫിൽ എന്താണ് വേണ്ടുന്നത് അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അത് നമുക്ക് ആർക്കും ചൂഷണം ചെയ്യാൻ കഴിയില്ല. ഇഷാനിക്ക് മാരീഡ് പ്രായമായില്ലേ, ഇഷാനി കല്യാണം കഴിക്കുന്നില്ലേ, ഇഷാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഇപ്പോൾ അമ്മയുടെ കുട്ടിയാണ്. അതായത് ഇഷാനിയെ അമ്മ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് വേറൊരു കുട്ടിയെ സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. ഇഷാനിയുടെ അമ്മയുടെ കുട്ടിയാണെന്നാണ് പറയുന്നത്. നമുക്ക് അത് പറയുമ്പോൾ തന്നെ ഊഹിക്കുക ഇഷാനി മാരീഡിനെ പറ്റി ചിന്തിക്കുന്നില്ല എന്നുള്ളത്. കുറേ പൈസ സമ്പാദിക്കണം, പിന്നെ കുറേ ട്രാവൽ ചെയ്യണം, അതെല്ലാം കഴിഞ്ഞിട്ട് ഇഷാനി വിവാഹത്തിനെ പറ്റി ചിന്തിക്കും എന്നുള്ള ഇതാണ് പറയുന്നത്. പണ്ടൊക്കെ ഒരു ചോയ്സും ഇല്ല. 18 വയസ്സിൽ വിവാഹപ്രായം. നമുക്കിപ്പോൾ തിരിച്ചൊരു മറുപടി പറയേണ്ട ഒരു ഇതും നമുക്ക് അന്നേരം ലൈസൻസും നമുക്കില്ല. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. നമുക്ക് നമ്മുടെ ജീവിതം എങ്ങനെയാണ്, നമ്മുടെ ലൈഫിൽ ഇനി എന്താണ് വേണ്ടത്, ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, നമുക്കൊരു നല്ല ജോലിയായിട്ട് മതി, അത് ലൈഫ് പാർട്ട്ണർ നമുക്ക് എങ്ങനെ വേണം എന്ന് തീരുമാനിക്കേണ്ടതെല്ലാം നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്കതുണ്ട്. പണ്ട് നമുക്ക് പറയാൻ വേണ്ടി അവർ പറയും കല്യാണം കഴിക്കേണ്ട പ്രായം പറയും, നമ്മളതനുസരിക്കും. അത്രയേ ഉള്ളൂ. ഇപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. നമുക്ക് ജോലിയായിട്ട് ഒരു വിവാഹം മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ. നമുക്ക് ലൈഫ് പാർട്ട്ണർ, നമുക്ക് എന്താ പറയുക, ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ മതി, നമുക്കൊരു നല്ല ജീവിതം, നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെ മതി വിവാഹം കഴിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതാണ്. ഇഷാനിയും ഇപ്പോൾ അതിൽ ഇങ്ങനെയാണ് പറയുന്നത്. വേറൊരാളെ മമ്മി എന്നെ ഒന്ന് വിളിക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അതായത് ഇഷാനി പറഞ്ഞ വെച്ചാൽ പ്രായം ഇത്രയും ആയെങ്കിലും എൻ്റെ മനസ്സും അതിനകത്ത് വളർന്നിട്ടില്ല. ഞാൻ എൻ്റെ മമ്മിയുടെ കുട്ടിയാണ്, മോളാണ് എന്നാണ് ഇപ്പം പറയുന്നത്. ഇപ്പോൾ ഇഷാനിൻ്റെ സഹോദരി ഓസി ഇപ്പോൾ പ്രഗ്നൻ്റ് ആണല്ലോ. ഓസിയെ കുറിച്ചിട്ട് ഇഷാനി പറയുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അമ്മൂനും സെയിം ആണ് പറയാനുള്ളത്. യെസ്. 7th question. ആർ യു ഓൾ എക്സൈറ്റഡ് ടു സീ ഓസീസ് ബേബി? ഓഫ് കോഴ്സ് വി ആർ ഓൾ എക്സൈറ്റഡ്. നമ്മുടെ ഫാമിലിയിൽ ഇനി വരുന്ന ഫസ്റ്റ് ബേബിയാണ്. ഹൻസു കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് ബേബിയാണ്. ഓഫ് കോഴ്സ് ലിയാൻ ഉണ്ടായിരുന്നു. പക്ഷേ ലിയാൻ ജനിച്ചതൊന്നും നമ്മൾ കാണാനില്ല. ലിയാൻ നമ്മൾ 4 വയസ്സായിട്ടാണ് കണ്ടത്. അപ്പോൾ ഒരു കുട്ടി ജനിക്കുന്ന മുതൽ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് ഓസീസ് ബേബി. വി ആർ ഓൾ വെരി എക്സൈറ്റഡ്. കാരണം എൻ്റെ ഓർമ്മയിൽ ഞാനൊരു ബേബീനെ കൈകാര്യം ചെയ്തത് ഹൻസു തന്നെയാണ്. അന്ന് ഞാനേ ഒരു ബേബിയാണ്. അപ്പോൾ ഞാനൊരു വലിയ മുതിർന്ന സ്ത്രീ ആയിട്ട് ഞാനങ്ങനെ കുഞ്ഞ് ബേബികളെ ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടേ ഇല്ല. ഞാൻ വലിയൊരു കുട്ടി സ്നേഹി ഇല്ലേ? ഓസി പ്രഗ്നൻ്റ് ആയപ്പം ഓസിയുടെ ബേബി വരാൻ പോവുകയാണല്ലോ. അപ്പോൾ ബേബി വരാൻ പോകുന്നത് ചെറുത് മുതൽ ആ കുട്ടി അങ്ങനെയാണ് വളർന്നു വരുന്നത്. കുഞ്ഞു ബേബിയാണല്ലോ. അപ്പോൾ അതെങ്ങനെ വളർന്നു വരുന്നത്, അത് ഒരു ഇത്രയും പക്വത, ഇത്രയും വലിയ സ്ത്രീയായി ഇരിക്കുന്ന സമയത്ത് തന്നെ കാണാനുള്ള ആഗ്രഹം, അതായത് എക്സൈറ്റ്മെൻറ്റ്. ഇപ്പോൾ ഇഷാനി ഇഷാനി കഴിഞ്ഞ് ചെറുതാണല്ലോ ഹൻസു. അപ്പോൾ ഈ പ്രായത്തിൽ ഹൻസു വളർന്നു വരുമ്പം തന്നെ അതോടൊപ്പം തന്നെ ഇഷാനിയും വളർന്നു വരുന്ന പ്രായമാണല്ലോ. വലിയ പക്വതയില്ലല്ലോ, ചെറിയ ബേബിയാണല്ലോ. അപ്പോൾ ഈ ഓസിയുടെ ബേബി വരുമ്പം തന്നെ അത് വളർന്നു വരുന്നത് കാണാനുള്ള ഇഷ്ടം, ആകാംക്ഷ അത് ഇഷാനിക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെയെന്ന് വെച്ചാൽ വളർന്നു വന്നു കഴിഞ്ഞാൽ കുഞ്ഞമ്മ എന്ന് വിളിച്ചാൽ ഞാനത് തിരുത്തും. അതെനിക്ക് ഇഷ്ടമല്ല. ഞാൻ എൻ്റെ പേര് വിളിക്കാനേ പറയത്തുള്ളൂ എന്നാണ് ഇഷാനി പറയുന്നത്. അതിൽ തെറ്റില്ല. നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപാടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളെ മോൾ ഇതുപോലെ മാമി നേരം വിളിക്കും. അപ്പോൾ എനിക്കൊരു ചമ്മലുണ്ടായിരുന്നു. നമ്മൾ പ്രായം വളർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളതായ പക്വത വന്നിട്ടില്ല. അപ്പോൾ നമ്മളെ എടി ഏച്ചി അങ്ങനെ വിളിക്കാനല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിൽ തെറ്റില്ല.
അതാരായാലും അതിൽ ഇത്രയ്ക്കും വിമർശിക്കേണ്ട കാര്യമില്ല. അത് ഒരാളെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഇപ്പോൾ കല്യാണപ്രായം നമ്മളൊരു കല്യാണപ്രായമായി കഴിഞ്ഞാൽ പുറത്തെ ആൾക്കാർ ചോദിക്കും കല്യാണപ്രായമായില്ലേ കിട്ടുന്നില്ലെന്നില്ല. അത് ഇഷ്ടപ്പെടില്ല. ഇപ്പോഴത്തെ കുട്ടിക്ക് അത് ഇഷ്ടപ്പെടില്ല. പണ്ടൊക്കെ ആണെങ്കിലും ഓക്കെ. പണ്ടെന്ന് വെച്ചാൽ നമുക്ക് നമ്മളതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു ഇത് നമുക്കില്ല. ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കേണ്ട പക്വതയും വ്യക്തിത്വം ഇപ്പോൾ ഉണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് തീരുമാനിക്കാം നമ്മളെ ജീവിതം എങ്ങനെ വേണം, നമ്മൾ ആരെപ്പരും ജീവിക്കണം. നമുക്ക് ഇപ്പോൾ ഒരു മിക്ക പെൺകുട്ടികളും ഇപ്പോൾ വേഗം വിവാഹം കഴിക്കുന്നില്ല. അത് ജോലി സമ്പാദിച്ച് അതിനകത്തെ വരുമാനം കിട്ടിക്കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാമെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ ഓരോ ലൈഫ് പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോഴും ഒരു ഗവൺമെൻറ് ജോബ് ഉള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നുള്ളൂ. അത് ഓരോ ആൾക്കാർക്ക് ചോയ്സാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇഷാനി ഈ Q&A ക്വസ്റ്റ്യൻസിൽ പറഞ്ഞു തേച്ച് അവരവരുടേതായ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളും സങ്കല്പങ്ങളുമാണ്. അതിന് നമുക്ക് വിമർശിക്കാനുള്ള ഒരു അധികാരവും ഇല്ല. അത് അവരവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇതെൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അപ്പം അത്രയേ ഉള്ളൂ.